അപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ച് കേട്ടോ. ചൂട്ടും കൊതുമ്പൊക്കെ കിട്ടി, വാങ്ങിക്കേണ്ടി വന്നില്ല, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നും എല്ലാവരും കുറച്ച് കിട്ടി. പിന്നെ ബാക്കി സാധനങ്ങൾ വിളക്കൊക്കെ കഴുകി വെച്ചു. വിളക്ക് കിണ്ടി നമ്മുടെ ചന്ദനത്തിൽ കത്തിക്കുന്ന ആ സാധനം. പിന്നെ ബാക്കി പായസത്തിൻ്റെ സാധനങ്ങൾ, അരി, അതെല്ലാം എടുത്തു വെച്ചു. കലം തവിയും കഴുകുന്നതും, പിന്നെ വാഴയില വെട്ടി വെച്ചു കേട്ടോ. വാഴയില തുടച്ചെടുക്കുന്നത്. പിന്നെ വേറെ എന്താണ്, നമ്മുടെ അരി കഴുകിയെടുക്കുന്നത്, തേങ്ങ തിരുമുന്നത്, വേറെ എന്താ, വേറെ ഒരു കാര്യം കൊണ്ടുണ്ടല്ലോ, നമ്മുടെ ഏലക്ക പൊടിച്ചെടുക്കണം. പിന്നെ ശർക്കര പൊടിച്ചെടുക്കണം. ഇതെല്ലാം ഞാൻ രാവിലെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ കുളിച്ചിട്ട് രാവിലെ നേരെ എഴുന്നേറ്റ് കുളിച്ച് ഇതെല്ലാം ഒരുക്കി അരിയൊക്കെ കഴുകി ശർക്കര പൊടിച്ച് ഏലക്ക പൊടിച്ച് അരി കഴുകി തേങ്ങ തിരുമി എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് നേരെ പോവാം, പൊങ്കാലയ്ക്ക് പോകാം. റെഡി ആയിട്ട് നേരെ പൊങ്കാലയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാം രാവിലെ ചെയ്താൽ മതി. രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ തല നനച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. മേല് കഴുകി വിളക്ക് എത്തിച്ചായിരുന്നു. വിളക്ക് എത്തിച്ചിട്ട് അണച്ചിട്ടാണ് ആ വിളക്ക് ഞാൻ കഴുകി എല്ലാം റെഡി. ആ വിളക്ക് തന്നെ കേട്ടോ കത്തിക്കുന്നത്. കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് ഇനി തേങ്ങ ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ. തേങ്ങ കരിക്ക് വേണം, ഗണപതിപ്പടുക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കരിക്ക് വേണം. പിന്നെ കുറച്ച് പൂവ് വേണം. പിന്നെ വേണ്ടുന്നത് എന്താ, പഴവും കൂടി വേണം. ഇത്രയും സാധനങ്ങളൂടെ വരും. പിന്നെ വെറ്റിലയും പാക്കും അതും കൂടി വന്നാൽ മതി. അത് ഇന്നലെ വാങ്ങിച്ചില്ലായിരുന്നു. ഇന്ന് വാങ്ങിച്ച് വയ്ക്കുന്നതല്ലേ നല്ല, നാളെ രാവിലത്തേനുള്ളതായിട്ട് ഇന്ന് വൈകിട്ട് വാങ്ങിച്ച് വയ്ക്കുമ്പോൾ നല്ല അത്ര വാടത്തില്ല. ഇന്നലെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വാടി ചീത്തയായിരിക്കും. അപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. നമുക്ക് പൊങ്കാലയ്ക്ക് പോവാം. ഇനി പൊങ്കാല വിശേഷങ്ങളുമായിട്ട് നാളെ വൈകിട്ട് കാണാം കേട്ടോ. ബൈ.